ഹലോ അച്ഛാവരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ യു.പിയിലെ ജോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. ജോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴേക്ക് രാത്രിയായി. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്നാണ് ഇവിടെ ഒരു ഹോള് പോലെ ഒഴിഞ്ഞടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് കുട്ടൂസനെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്ത്, അപ്പോൾ കുട്ടൂസൻ്റെ ലോക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ് നമ്മൾ ബാഗെല്ലാം വലിച്ചേട്ടുന്ന വയറ് കൊണ്ടിട്ടാണ് കുട്ടൂസിനേക്ക് ഇവിടെ കെട്ടി ലോക്ക് ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കുട്ടൂസിനെ പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ യാത്ര തുടങ്ങണം. അങ്ങനെ നമ്മൾ നിന്നേച്ചാൽ അവിടെ നിന്ന് ഇപ്പോൾ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ വഴി ഡൽഹിയിലേക്ക് പോവാം. ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ വഴി 131 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ദില്ലിയിലേക്ക്. അപ്പോൾ നമ്മൾ ദില്ലിയിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ കുറച്ച് പോയിട്ട് മീരുട്ട് എന്ന് പറഞ്ഞ സ്ഥലം എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് കർണാട് വഴി അംബാലയിലേക്കാണ്, അതായത് ദില്ലിയിലേക്ക് പോവാതെ തന്നെ നമ്മൾ ചണ്ഡീഗറിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള വേറെ വഴിയിലൂടെയാണ് യാത്രയാണ്. അപ്പോൾ ഈ ഹൈവേ പോകുന്നതെന്ന് പറഞ്ഞാൽ ദില്ലിയിലേക്കാണ്. 131 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദില്ലി എത്തും. നമ്മളതുപോലെ തന്നെ ഏകദേശം ഒരു 30 കിലോമീറ്റർ കഴിയാൻ നേരത്ത് നമുക്ക് ഡീവിയേറ്റ് ചെയ്തിട്ട് മീറൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡ് കയറണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ നേരത്തെ അവിടേക്ക് നിർത്തി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ആ ഹൈവേയിൽ ഫ്ലൈ ഓവർ വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ താഴെ നല്ല സ്ഥലം കണ്ടപ്പോഴേക്കും ഇവിടെ വന്ന് ഇപ്പോൾ കുട്ടൂസിനെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ ചോട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വഴി വന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇവിടെ തന്നെയാണ് ഇരിക്കണം. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ കുട്ടൂസിനടുത്ത് യാത്ര തിരിച്ച് ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടേക്ക് വന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ യാത്ര പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് തന്നെ വെയിലൊക്കെ വന്നാൽ വെയിലിന് അത്ര ചൂടൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പാണ്. ഇപ്പോൾ നമ്മൾ തണലത്തേക്ക് മാറിയിരിക്കുമ്പോഴേക്കും ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജും തീർന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴേക്കും കയറിയതാണ്. അത് കയറിയിട്ട് നമ്മൾ ഇപ്പോൾ കഴിക്കാനെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഉച്ചക്കത്തേക്കും കൂടി ഇപ്പോൾ ഒരു ചിക്കൻ റോളുണ്ട്. നല്ല വലിപ്പമുണ്ട്. 90 രൂപ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ടേസ്റ്റും സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ അടുത്തൊരു സ്റ്റോൺ വന്നായിരുന്നു കേട്ടോ. ഡൽഹിയിലോട്ട് ഇനി കറക്റ്റ് 100 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക്. അപ്പോൾ നമ്മൾ ദില്ലി പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് കർണാട് വഴി പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത മച്ചാന്മാർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതായത് ഷഹാരൻപൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഷഹാരൻപൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് അവരുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വന്ന അടുത്തൊരു പാലമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഗർമുക്തേശ്വർ ഗംഗാ ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ഇതിൻ്റെ താഴെ കൂടി ഒഴുകി പോകണമെന്ന് പറഞ്ഞാൽ ഗംഗാ നദിയാണ് കേട്ടോ. അപ്പോൾ താഴെ ഗംഗയുടെ തീരത്താണെങ്കിലും കുറേ ചെറിയ ചെറിയ പൂജ നടത്തുന്ന ഷെഡുകളൊക്കെ കാണാം കേട്ടോ താഴെ. ആ ഒഴുകി പോകണമെന്ന് പറഞ്ഞാൽ ഗംഗാ നദിയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഈ പാലത്തിൽ കൂടി പോകാനായിട്ട്. ഇതിപ്പോൾ ഫുള്ള് ഗ്രില്ലടിച്ച് വെച്ചേക്കണാണ്. അതായത് ഇവിടുന്ന് താഴത്തേക്ക് വേസ്റ്റും സാധനങ്ങളൊന്നും ആൾക്കാർ ഇടാതിരിക്കാം. ഹലോ അച്ഛാവരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇന്നലെ എത്തിപ്പെട്ട ഒരു കടയിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞ സ്ഥലം യു.പിയിൽ മുക്തേശ്വർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഗർമുക്തേശ്വർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നേച്ചെന്ന് പറഞ്ഞാൽ ഈ കടയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ഇന്ന് ഇവിടെ തന്നെ എനിക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ നിൽക്കുക. കാരണം നമുക്ക് ഇന്ന് ഇവിടുന്ന് ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകുന്ന ഹൈവേ ആണ്. നമ്മളിപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് എടുത്തിട്ട് മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് സഹാറൻപൂരിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ സഹാറൻപൂർ എത്തുന്നതിന് മുമ്പ് നമ്മുടെ
കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ അവിടെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട്. അപ്പോൾ അവരെ പോയി എന്തായാലും കാണണം. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നതെന്ന് പറഞ്ഞാൽ ഈ കട്ടിലൂടെ ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് പുറത്താണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ, ഇന്നലെ നമ്മളിവിടെ നിർത്തിയ ആ ചേട്ടൻ്റെ ഫാദറാണ്. പ്രശാന്ത് കൂൾ ഡ്രിങ്ക്സ് എന്നാണ് കേട്ടോ ഈ കടയുടെ പേര്. അതുപോലെ തന്നെ ആ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രശാന്ത് എന്നാണ്. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്താണ് കിടന്നിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പിംഗ് ബാഗ് വിരിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ 2 സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഷോർട്സും അതിൻ്റെ പൊക്കത്ത് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോണ ദിവസങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ട് പോണ ഓരോ ദിവസവും നല്ല തണുപ്പ് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഇനി നമുക്ക് നല്ലൊരു സ്ലീപ്പിംഗ് ബാഗ് മേടിക്കാനുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. പിന്നെ ഇന്നലെ കുട്ടൂസനെ നമ്മൾ വെച്ചിട്ടുണ്ടായി ഇവിടെ ഉണ്ട്. ആ ചേട്ടൻ ഇന്നലെ ലോക്കില്ലാത്തതുകൊണ്ടിട്ട് അകത്തെടുത്ത് ചാരി വെച്ചിട്ട് അതിനകത്ത് ആ ചേട്ടൻ്റെ സൈക്കിളും കൂടി എടുത്ത് ഇപ്പുറത്ത് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കടയിൽ തന്നെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ഈ പുറത്ത് കിടന്നിട്ടുണ്ടായിരുന്നത്. വളരെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ പതുക്കെ കുട്ടൂസനെ എടുത്ത് ബാക്ക് ചെയ്തിട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ നിന്നേച്ച ആ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മേളിലൂടെ പോകുന്ന ഹൈവേ ആണ്, നേരെ ദില്ലിയിലേക്ക് പോകുന്ന ഹൈവേ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരെ പോയിട്ട് ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസ് കൂടി റൈറ്റിലേക്ക് അടുത്തൊരു വഴിയുണ്ട്. ആ വഴിയാണ് മീററ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടായിരിക്കുള്ളൂ അവിടുന്ന് സഹാറൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര. അപ്പോൾ സഹാറൻപൂർ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ അവരെ പോയി ഒന്ന് കാണണം. അങ്ങനെ നമ്മളിപ്പോൾ ഈ വഴി വന്നിട്ട് ഇവിടെ റൂട്ട് കൺഫ്യൂഷൻ ആയപ്പോഴേക്കും ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സാറിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ സാറിനോട് വന്നിട്ട് വഴി ചോദിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞ് ഇവിടേക്ക് അണ്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ള രാവിലെ തന്നെ ഇപ്പോൾ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തുള്ള കടയിൽ നിന്ന് ഈ ചേട്ടനെ കൊണ്ട് ബിരിയാണിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സാറിനെ പരിചയപ്പെടാം. സാർ ആപ്കാനാ? സുധീർ കുമാർ എന്നാണ്. അതുപോലെ തന്നെ മനീഷ് കുമാർ. അപ്പോൾ വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി ചോദിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പോകാൻ തന്നെ. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് സംസാരിച്ചൊക്കെ കഴിയാൻ നേരത്ത് ഭക്ഷണം കഴിച്ചാന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ അപ്പോൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സാർജി. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ മീററ്റിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഒരു മാർക്കറ്റ് ആംബിയൻസ് ആണ്, അതുപോലെ തന്നെ ഉൾവഴികളാണ്. ഇനി മീററ്റ് പോകാനായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വഴിയാണെന്നാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മീററ്റ് പോയിട്ട് മീററ്റ് നിന്നായിരിക്കും സഹാറൻപൂരിലേക്കുള്ള യാത്ര. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കണ്ട അടുത്തൊരു നല്ല കാഴ്ച ഉണ്ടാ. അപ്പോൾ നേരത്തെ കരിമ്പും കൃഷിയുടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൃഷിയിടങ്ങളിലെ ഇപ്പോൾ കരിമ്പും കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പോൾ ചെറിയ ചെറിയ പയർ വർഗ്ഗങ്ങൾ, അതുപോലെയുള്ള ചെറിയ തക്കാളി, അതുപോലെ പച്ചമുളക് അതെല്ലാം നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേപോലെ ഒരു ഗ്രോ ബെഡുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വെച്ചേക്കണ ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് തന്നെ ഉണ്ട്. ഈ കർഷകരൊക്കെ ഒരു കൃഷി കഴിഞ്ഞിട്ട് അവർ മൊത്തം നിലം കിളച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണ് ലൂസാക്കിയിട്ട് ഇതുപോലെ ബെഡ് ഉണ്ടാക്കി വെച്ചേക്കണം. ഇനി ഇതിനകത്താണ് വിത്തുകളൊക്കെ ഇട്ടിട്ട് ഈ താഴെ കാണുന്ന സൈഡിൽ കൂടിയാണ് മൊത്തം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു അത്യാവശ്യം നല്ല നീട്ടത്തിലാണ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ദൂരെ നിന്ന് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുണ്ട്. അങ്ങനെ നമുക്ക് ഈ സ്ഥലം കണ്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ കുറച്ച് നേരം അന്ന് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ റോട്ടിൽ നിന്ന് താഴത്തേക്ക് ഇപ്പോൾ കുട്ടൂസനെ ഇറക്കി നമ്മൾ ഈ കൃഷിയിടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടൂസനെ തണലെത്തുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ തണലത്തിന് കുറച്ച് നേരം ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും ഇനി വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണത്.
അപ്പോൾ നമ്മളടുത്ത കുറച്ച് നേരം ഇന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊരു മസ്ജിദാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയൊരു കോളേജൊക്കെ കാണാനുണ്ട്. RK പബ്ലിക് കോളേജല്ല, സ്കൂളാണ്. RK പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതും അതുപോലെ തന്നെ പരിപാടികളൊക്കെ വരാൻ നേരത്ത് നിസ്കരിക്കാനും അതുപോലെ തന്നെയുള്ള ഒരു വലിയൊരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇപ്പോൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കണത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2 മച്ചന്മാരെ നമ്മൾ പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യമൊക്കെ മനസ്സിലാക്കി. ഓ പൈസ വാപ്കാനാ दनिश एंड कैफ ओ इधर से ही अपने एरिया से कौन से കിത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ കുറേ നേരം ഇവിടെ ഇരിക്കണം. ഇവിടെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുട്ടൂസിനെ അവിടെ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയതാണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങണം. ആയി അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലിപ്പോൾ ഒരു സിറ്റി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കണ്ടിട്ട് നമ്മുടെ സൈക്കിൾ കണ്ടിട്ട് നമ്മളോട് ഒരു മിനിറ്റ് നിർത്തി ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയ ചേട്ടനാണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ബാബാ आपका नाम सुदीप कुमार അതുപോലെ തന്നെ दीदी मंजू अग्रवाल इसका जगह का नाम क्या है മീററ്റ്. അപ്പോൾ പ്രോപ്പർ നമ്മൾ മീററ്റ് വേണ്ട, മീററ്റ് സിറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കുറേ നേരം നമ്മുടെ സൈക്കിളിൻ്റെ പുറകിൽ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായി. എന്നിട്ട് നമ്മളോട് വെച്ച് ഒന്ന് സൈഡിലോട്ട് നിർത്തുക, 1 മിനിറ്റ് നിന്ന് സംസാരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മുടെ യാത്രേനൊക്കെ ഇതേപോലെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണോണ്ടിട്ട്. കാരണം ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കുട്ടൂസനാണെങ്കിലും ഇതേപോലെ കുട്ടൂസനെ കണ്ടിട്ടാണ് എല്ലാവരും ഇപ്പോൾ നമ്മളോട് സംസാരിക്കണം കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇന്ന് എത്തിപ്പെട്ട സ്ഥലം അടിപൊളി സ്ഥലം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ബാബയുടെ അടുത്താണ് എത്തിപ്പെട്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മന്ദിറിലായിരുന്നു. മന്ദിറിൽ ഇപ്പോൾ ഈ ബാബാജി നിൽക്കുന്ന സ്പേസ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ടാണ് നാളെ നമ്മൾ രാവിലെ മന്ദിറിലെ ഭാഗങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ബാബാജിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ പുറത്ത് ക്യാമ്പ് ചെയ്തോട്ടെന്ന് വെച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു ഇവിടെ നിൽക്കാനായിട്ട് സ്ഥലമുണ്ട്, ഇവിടെ നിന്നോന്നു. ഇപ്പോൾ ബാബാജി ഒറ്റക്കാണ്. അപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. നമ്മളിപ്പോൾ കുട്ടൂസിനെയൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ ലഗേജ് ഒന്നും അഴിച്ചിട്ടില്ല, നേരെ അകത്തേക്ക് കയറ്റി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബാജി പറഞ്ഞ് പുറത്ത് വെക്കേണ്ട, അകത്ത് തന്നെ വെച്ചോന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് ഈ പുറത്ത് കാണേണ്ട മന്ദിർ ഇപ്പോൾ നമ്മൾ കൂട്ടിയേക്ക് കൊണ്ടാണ് പുറത്തേക്ക് പോകാത്തത്. അപ്പോൾ നാളെ രാവിലെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് ഇന്ന് കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും വളരെ നല്ല സ്ഥലത്ത് തന്നെയാണ് ഇന്നും എത്തിപ്പെട്ടത്.